ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായതാണ്. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വ്യക്തിക്ക് ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയത് ഇതിനകം തന്നെ വലിയ വാർത്തയായതാണ്. കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് മരിച്ചെന്ന് കരുതി കണ്ണൂരിൽ മോർച്ചറിയിലേക്ക് മാറ്റാനിരിക്കെയാണ് ജീവൻ ബാക്കിയുണ്ടെന്ന് ആശുപത്രി ജീവനക്കാർ തിരിച്ചറിയുന്നത്. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെട്ടില്ല എങ്കിലും ചികിത്സയിൽ തുടരുകയാണ് പവിത്രൻ. എന്താണ് പവിത്രന്റെ രണ്ടാം ജന്മത്തിന്റെ കഥയെന്ന് നോക്കാം. കേട്ടവരും അറിഞ്ഞവരുമെല്ലാം ഞെട്ടിപ്പോയൊരു കഥയാണ് പവിത്രന്റെ രണ്ടാം ജന്മം. മരിച്ചു എന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റാൻ നിൽക്കെ, അതായത് മോർച്ചറിയുടെ വാതിൽക്കൽ എത്തി നിൽക്കെയാണ് പവിത്രൻ മരണപ്പെട്ടിട്ടില്ല, ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട് എന്ന് മോർച്ചറിയിലെ അറ്റൻഡർ തിരിച്ചറിയുന്നത്. അറ്റൻഡറുടെ ഒരു ഇടപെടലാണ് പവിത്രന് രണ്ടാം ജന്മം സമ്മാനിച്ചത്. എന്താണ് പവിത്രന്റെ രണ്ടാം ജന്മത്തിന്റെ കഥ? കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശിയായിട്ടുള്ള പവിത്രൻ. കഴിഞ്ഞ ദിവസം രോഗം കുറച്ചുകൂടി അധികമായി വെന്റിലേറ്ററിലേക്ക് മാറ്റി. വെന്റിലേറ്റർ റിമൂവ് ചെയ്താൽ 10-20 മിനിറ്റ് മാത്രമാണ് ജീവൻ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ബന്ധുക്കളോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെന്റിലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾ തീരുമാനിക്കുന്നത്. അങ്ങനെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്നു. ആംബുലൻസിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് മംഗലാപുരത്ത് നിന്നും മരിച്ചു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട പവിത്രനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത്. വാഹനത്തിനകത്ത് വെച്ച് തന്നെ ബന്ധുക്കൾക്ക് വിവരം നൽകി പവിത്രൻ മരണപ്പെട്ടു. പവിത്രൻ ആ സമയത്ത് പൂർണ്ണമായ അബോധാവസ്ഥയിലായിരുന്നുവെന്നാണ് ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരോട് പറയുന്നത്, ജനപ്രതിനിധികളോട് പറയുന്നത്, പത്രത്തിൽ ഉൾപ്പെടെ ഈ കാര്യം സംസ്കാരം ഉൾപ്പെടെ തീരുമാനിച്ചുകൊണ്ടുള്ള അറിയിപ്പ് നൽകുന്നത്. രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടി കണ്ണൂർ AKG ആശുപത്രിയിലേക്ക് എത്തി. AKG ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ ഒന്നും തന്നെ വാഹനം പോകാതെ നേരെ വാഹനം പോയിട്ടുള്ളത് മോർച്ചറിയുടെ ഭാഗത്തേക്കാണ്. അതായത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന AKG ആശുപത്രിയുടെ വലതുഭാഗത്തു കൂടിയുള്ള മോർച്ചറിയിലേക്കുള്ള വഴിയിലൂടെയാണ് ഈ ആംബുലൻസ് കടന്നുപോയത്. ഒരു 11:30 തന്നെ ഈ ആംബുലൻസ് മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്നു. മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് അറ്റൻഡറും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുമാണ്. അവർ പെട്ടെന്ന് തന്നെ ഈ ആംബുലൻസിന്റെ പുറകുവശം തുറക്കുന്നു. ബോഡി ഇറക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു. അപ്പോഴാണ് അത്ഭുതകരമായി പവിത്രൻ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരും തന്നെ തിരിച്ചറിയുന്നത്. വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ആള് ചെറിയൊരു ചലനം സംശയം നമുക്ക് തോന്നി. അയാൾ മരിച്ചു എന്നുള്ള ഒരാൾ ജീവിക്കുന്നത് ഒരു ഭയങ്കര ഇത് തന്നെയാണ്. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ 14-13 വർഷത്തോളമായിട്ട് ഡ്യൂട്ടി എടുക്കുന്നു. നിങ്ങളിത് കൺഫേം ആക്കിയിരുന്നു, ഇത് നിങ്ങൾ എവിടെ നിന്ന് കൺഫേം ആക്കിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ കൺഫേം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മംഗലാപുരത്ത് അവിടുന്ന് വരുമ്പോൾ സ്ത്രീകളെ ഉണ്ടായിരുന്നു തോന്നും, ബാക്കി അവർ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണോ സംശയം. അപ്പോൾ അവർക്ക് അത്ര വ്യക്തത ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ പോയി കണ്ട ഒരു പവിത്രമായിട്ടാണ് വിളിച്ചപ്പോൾ ഒരു അനക്കം ഉണ്ടായിരുന്നു. AKG ആശുപത്രിയിലെ 2 ജീവനക്കാരാണ് പവിത്രനിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയത്. ഇപ്പോൾ പവിത്രൻ ആശുപത്രിയിലെ തന്നെ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പവിത്രന്റെ രണ്ടാം ജന്മം ഒരു ഞെട്ടിക്കുന്ന അത്ഭുത കഥ കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.